അപ്പോസ്തലന്മാരുടെ നടപടി പുസ്തകം 1-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. അവർ യെരുശലേമിന് സമീപത്ത് ഒരു ശബത ദിവസത്തെ വഴിദൂരമുള്ള ഒലിവുമല വിട്ട് യെരുശലേമിലേക്ക് മടങ്ങിപ്പോന്നു. അവിടെ എത്തിയപ്പോൾ അവർ പാർത്ത മാളികമുറിയിൽ കയറിപ്പോയി. പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, പീലിപ്പോസ്, തോമസ്, ബർത്തലോമായി, മത്തായി, അൽഫായുടെ മകനായ യാക്കോബ്, ഇരീവുകാരനായ ശീമോൻ, യാക്കോബിൻ്റെ മകനായ യൂദ, ഇവരെല്ലാവരും സ്ത്രീകളോടും യേശുവിൻ്റെ അമ്മയായ മറിയയോടും അവൻ്റെ സഹോദരങ്ങളോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. ആദിമ സഭയുടെ പ്രാരംഭ കാലഘട്ടത്തെക്കുറിച്ചുള്ള ഒരു വിശേഷണമാണ്. ആദിമ സഭയുടെ വിചാര ലോകത്തിൽ നിന്നും ഒരു വേദഭാഗമായിട്ടാണ് ഇതിനെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ ദിവസങ്ങളിലൊക്കെ കുറേയധികം വേറിട്ട വർത്തമാനങ്ങൾ നാം കേൾക്കുന്നുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ നാടിനെ വലിയ രീതിയിൽ ഉലച്ച അതിദാരുണമായ ഒരു ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ വിശ്വാസ ജീവിതത്തെക്കുറിച്ചും നമ്മുടെ ആധ്യാത്മികമായ അന്വേഷണങ്ങളെക്കുറിച്ചുമൊക്കെ യുക്തിഹീനമെന്നും അസംബന്ധമെന്നും കാലഹരണപ്പെട്ടതെന്നുമൊക്കെയുള്ള പരാമർശങ്ങളും വായനകളുമൊക്കെ അകത്തും പുറത്തുമൊക്കെ സംവദിക്കപ്പെടുന്ന ഒരു കാലം കൂടിയാണ്. വൈയക്തികവും സാമൂഹികവുമായ ഏതൊരു അത്യാഹിതവും മനുഷ്യ മനസ്സിൽ ഉണ്ടാക്കുന്ന പ്രതികരണങ്ങൾ വ്യത്യസ്തമാണ്. അതൊരു പരിധിവരെ ഓരോ മനുഷ്യൻ്റെയും അതാത് കാലത്തെ ജീവിത ദർശനങ്ങളോട് ചേർന്നാണ് അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ മനുഷ്യരിലുണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ജീവിതത്തെക്കുറിച്ചൊരു ദർശനമുണ്ടാവുക, നാം അനുവർത്തിക്കുന്ന ആധ്യാത്മിക ജീവിതത്തെക്കുറിച്ചൊരു ദർശനമുണ്ടാവുക, ആ ദർശനത്തിൻ്റെ വെളിച്ചത്തിൽ ഈ ലോകത്തെ നോക്കിക്കാണുക, ലോകത്തിലുണ്ടാവുന്ന സംഭവ വികാസങ്ങളെ ഗ്രഹിക്കാനാവുക, ഇതാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ ചെയ്യേണ്ടതായ സംഗതി. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കുറേയധികം കഥപുസ്തകങ്ങളിലൂടെ ഞാൻ കടന്നുപോയി. പഴയ കഥകൾ വീണ്ടും ഒരിക്കൽ കൂടി വായിക്കാൻ തോന്നിയതൊക്കെ വീണ്ടും വീണ്ടും എടുത്ത് വായിച്ചു. മനുഷ്യാനുഭവങ്ങളുടെ, തീക്ഷ്ണമായ അനുഭവങ്ങളുടെ ആലേഖനങ്ങളാണ് കഥകളായി നാം വായിക്കുന്നത്. അതിലൊരു കഥ വി.ജെ. ജെയിംസിൻ്റേതായിരുന്നു. വ്യാകുല മാതാവിൻ്റെ കണ്ണാടിക്കൂട്, അതാണ് ആ ചെറുകഥയുടെ പേര്. ആ കഥ ആരംഭിക്കുന്നത് 3 പ്രാർത്ഥനകളുമായിട്ടാണ്. ഒന്നാം പ്രാർത്ഥന 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടേതാണ്.
അതിങ്ങനെയാണ്: ദൈവമേ, ദൈവത്തോടല്ല, മാതാവേ, 8ാം ക്ലാസ്സിലെ പരീക്ഷ വരുവാണേ, എന്നെ ജയിപ്പിക്കണേ. എൻ്റെ കൂടെ 8ാം ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളെയും ജയിപ്പിക്കണേ മാതാവേ. 1-2 വരികളൊക്കെ കഴിയുമ്പോൾ വീണ്ടും ആ പ്രാർത്ഥനയുടെ അവസാനത്തെ വരി: എൻ്റെ തലയിലൊന്നും പഠിച്ചിട്ട് കയറണില്ല മാതാവേ, എന്നെ ജയിപ്പിക്കണേ. എന്നാലും എങ്ങാനും എന്നെ ജയിപ്പിക്കാൻ പറ്റണില്ലെങ്കിൽ നാട് വിട്ടുപോകാനുള്ള കുറച്ച് കാശെങ്കിലും സംഘടിപ്പിച്ചു തരണേ മാതാവേ. മാതാവിനോടുള്ള ഒരു പ്രാർത്ഥന വ്യാകുല മാതാവിൻ്റെ ചില്ലുകൂട്ടിൽ ഇങ്ങനെ എഴുതിയിട്ടിരിക്കുന്നത് കഥാകാരൻ വായിക്കുന്നു. 1-ാം പ്രാർത്ഥന. 2-ാം പ്രാർത്ഥന ഒരു പട്ടാളക്കാരൻ്റെ വിധവയുടേതാണ്. ആ ചില്ലുകൂട്ടിൽ എഴുതിയിട്ടിരിക്കുന്നത് അതിങ്ങനെയാണ്: മാതാവേ, ജോണിച്ചായൻ കാർഗിൽ യുദ്ധത്തിൽ മരിച്ചതിൽ പിന്നെ എനിക്കിവിടെ യാതൊരു സ്വസ്ഥതയില്ല. അയലോക്കംകാരൊരു സ്വൈര്യവും തരുന്നില്ല. എനിക്ക് ശാന്തിയില്ല. ജോണിച്ചൻ്റെ ആത്മാവിനെങ്കിലും ആത്മശാന്തി കൊടുക്കണേ മാതാവേ. 3-ാം പ്രാർത്ഥന ഒരു ചെറുപ്പക്കാരൻ്റെയോ ചെറുപ്പക്കാരിയുടേതാണ്. അതിങ്ങനെയാണ്: മാതാവേ, വലിയ പ്രലോഭനങ്ങളിൽ ഞാൻ അകപ്പെട്ടു പോകുന്നുണ്ട്. ആത്മാവ് ഒരുക്കമുള്ളതെങ്കിലും ശരീരം ബലഹീനമെന്ന വേദപുസ്തകത്തിലുള്ളത് നിനക്കറിയാമല്ലോ. ഞാൻ കുമ്പസാരിക്കുന്നൊക്കെയുണ്ട്. എന്നാലും മാതാവേ, നരകത്തിലെ തീ എനിക്ക് വലിയ പേടിയാണ്. എന്നെ രക്ഷിക്കണേ. 3 പ്രാർത്ഥന കഴിഞ്ഞു. അത് കഴിഞ്ഞ് 1-2 ഖണ്ഡികകൾ കഴിഞ്ഞിട്ട് അയാൾ എഴുതുന്നുണ്ട്: ഇത്തരം പരീക്ഷണാത്മകമായ പ്രാർത്ഥനകൾക്കിടയിൽപ്പെട്ട് മാതാവ് താൻ ജീവിച്ചിരുന്ന കാലത്തെ വ്യാകുലതകളേക്കാൾ വലിയ വ്യാകുലതയിലേക്ക് പെട്ടുപോയിട്ടുണ്ടോ എന്നൊരു സന്ദേഹം അയാൾ പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പോൾ കുറേ നേരം അയാൾ അവിടെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. ഇനി ആരെങ്കിലും ആ ചെല്ലിലൊരു പ്രാർത്ഥന എഴുതുമായിരിക്കും. അങ്ങനെ പ്രാർത്ഥന എഴുതുന്ന ഒരു മനുഷ്യനെ ഒന്ന് കണ്ടാൽ കൊള്ളാം. അയാളിങ്ങനെ അവിടെ കാത്തു നിൽക്കുന്നു. പക്ഷെ ആരും വന്ന് പ്രാർത്ഥന എഴുതുന്നില്ല. ആളുകൾ വന്ന് മെഴുകുതിരി കത്തിച്ച് മടങ്ങുന്നുണ്ട്. ആരും ആ ചെല്ലുകൂട്ടിൽ താഴേക്കൊരു പ്രാർത്ഥന എഴുതുന്നില്ല. അപ്പം അയാൾക്ക് തോന്നി, ഇനിയിപ്പോൾ താനവിടെ നിൽക്കുന്നത് കൊണ്ടാവുമോ ആരും വന്ന് പ്രാർത്ഥന എഴുതാത്തത്? അയാൾ തൻ്റെ മകൻ്റെ കൈ പിടിച്ച് ആ സ്ഥലത്ത് നിന്ന്, ആ പള്ളിക്കുള്ളിൽ നിന്ന് അയാളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. പള്ളി മതിലിന് വെള്ളിയിലേക്ക് ഇറങ്ങിയപ്പോൾ കഥയിലിങ്ങനെ എഴുതുന്നത് ബൈബിളിലേതുപോലെ തന്നെ മുടന്തരും അംഗഹീനരും ബധിരരും കുരുടരും ജന്മനാ അന്ധരായവരും ഒക്കെ അയാളെ വന്ന് പൊതിയുകയാണ്. അയാൾ തന്നെ പറയുകയാണ്, ക്രിസ്തുവിനെ പോലെ സൗഖ്യം കൊടുക്കാൻ എനിക്ക് ശേഷിയില്ലാഞ്ഞതുകൊണ്ട് ഞാൻ പള്ളിയിലേക്ക് തന്നെ തിരിച്ചു കയറി. അതിൻ്റെ തൊട്ടടുത്ത വരിയാണ് എനിക്ക് ഏറ്റവും കൗതുകം തോന്നിയത്. ഇനി സാക്ഷാൽ മനുഷ്യപുത്രൻ വന്ന് ഇവർക്ക് രോഗസൗഖ്യം നൽകിയാലും നിത്യജീവൻ നൽകിയാലും അത് വേണ്ടെന്ന് പറഞ്ഞ് ഭിക്ഷ ചോദിക്കുന്നവരായിരിക്കും അവിടെ ഇരുന്നവരിൽ ഏറെ പേരും. സത്യത്തിൽ നമ്മൾ നമ്മുടെ പ്രാർത്ഥനകൾ കൊണ്ട് മാതാവിനെയും അവൻ്റെ മകനെയും ഒക്കെ എത്ര ചെറുതാക്കുന്നുണ്ടെന്നറിയാമോ? ശരിയാണ്, നമുക്ക് സങ്കടങ്ങളുണ്ട്, ഈ ലോകത്തിലെ പ്രതിസന്ധികളുണ്ട്, പ്രയാസങ്ങളുണ്ട്.
അത് അതിജീവിക്കാൻ ഒരു തുണയാവാൻ, ഒരു കൂട്ടാവാൻ, ഒരു ബലമാകാനൊക്കെയാണ് മറിയത്തോട് നമ്മൾ പറയുന്നത്, മറിയത്തിൻ്റെ മകനോട് നമ്മൾ അപേക്ഷിക്കുന്നത്. അതൊരു വശത്ത് നടക്കട്ടെ. പക്ഷേ അതിന് മാത്രമല്ലല്ലോ അവരിത്രയൊക്കെ സഹിച്ചത്. അതിന് മാത്രമല്ലല്ലോ ആ മകൻ കുരിശിൽ കയറിയത്. അതിന് മാത്രമല്ലല്ലോ ആ മകൻ കുരിശിൽ കയറുന്നതിന് മുമ്പ് ഹീനരായ മനുഷ്യരുടെ ആരോപണങ്ങൾക്ക് വിധേയനായത്. ഭോജനപ്രിയനെന്ന്, മദ്യപനെന്ന്, സ്ത്രീകളുടെ കൂട്ടുകാരനെന്ന്, പൈത്യക്കാരൻ, കിറുക്കൻ എന്നിങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിശേഷണങ്ങൾ. പിന്നെ പ്രമാണിമാരും മഹാപുരോഹിതന്മാരുമൊക്കെ അവനെ പിശാച് പിടിച്ചവനാണ്, ദൈവദൂഷണം പറയുന്നവനാണ് എന്നിങ്ങനെയൊക്കെ കുറെ കൂടി കഠിനമായ ആരോപണങ്ങൾ വരെ ഉന്നയിച്ചത് ഇത്തരം ചില്ലറ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ലല്ലോ. ഇവിടെയാണ് ഒരു ചെറിയ മാറ്റം ഈ ധ്യാനത്തിൽ നമ്മുടെ ചിന്തയിലുണ്ടാവേണ്ടതിൻ്റെ ആവശ്യകത പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. കുറെ കൂടി ഗൗരവതരമായി സാരവത്തായ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് അമ്മയെ ഒന്ന് സമീപിച്ചാലോ. കാരണം അമ്മയുടെ പ്രാധാന്യം അത്രമേൽ വലുതാണ്. പ്രഭാഷണം ആരംഭിച്ചപ്പോൾ നമ്മൾ പറയുകയുണ്ടായി, ആദിമസഭയുടെ വിചാരലോകത്തിൽ നിന്ന് നമ്മുടെ വിചാരലോകം എത്രമാത്രം ഈ 2000-ൽ പരം വർഷങ്ങൾ കൊണ്ട് വ്യത്യസ്തപ്പെട്ടു എന്നുള്ളതിൻ്റെ ഒരന്വേഷണമായി തന്നെ കന്യകമറിയത്തിൻ്റെ സ്ഥാനത്തെ മാത്രം മുൻനിർത്തി ഈ നിമിഷങ്ങളിൽ നമുക്കൊന്ന് ധ്യാനിച്ചു നോക്കാം. നമ്മുടെ പ്രാർത്ഥനകൾ ഉപേക്ഷിക്കേണ്ട, നമ്മുടെ അപേക്ഷകൾ മാറ്റിവെക്കേണ്ട, എന്നാൽ അതിനപ്പുറത്തേക്ക് ഒരു ചെറിയ സഞ്ചാരം നമുക്ക് സാധ്യമാണ്, അല്ലെങ്കിൽ അത് സാധ്യമാണ് എന്ന് നമുക്ക് നമ്മോട് തന്നെ ഒരു ഓർമ്മപ്പെടുത്തൽ നടത്താനെങ്കിലും ഈ ഒരു ധ്യാന സമയം നമ്മളെ സഹായിക്കണം. നമ്മൾ വായിച്ച ആ വേദഭാഗത്ത് യേശുതമ്പുരാൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം അവരിങ്ങനെ ഒലിവുമല വിട്ട് യെരുശലേമിലേക്ക് മടങ്ങിപ്പോരുന്നതായിട്ടാണ് പറയുന്നത്. ആ അവർ എന്നുള്ളത് ആരൊക്കെയാണെന്ന് കൃത്യമായി പറയുന്നുണ്ട്. യേശുവിൻ്റെ ശിഷ്യന്മാർ, അപ്പോസ്തലന്മാരുണ്ട് അവിടെ. പിന്നെ സ്ത്രീകളായി അവൻ്റെ സഖികളായി അവൻ്റെ കൂടെ നടന്ന ആളുകളുണ്ട്. ഏറ്റവും ഒടുവിൽ പറയും, ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, യേശുവിൻ്റെ അമ്മ മറിയയോട്. ഇതിങ്ങനെ പറയാൻ കാരണം 6-ാം നൂറ്റാണ്ടിൽ വിരചിതമായ ഒരു സവിശേഷമായ സുവിശേഷ ആഖ്യാനമുണ്ട്. ബ്രൈഡ് ഓഫ് ലൈറ്റ് എന്നൊരു പുസ്തകം സെബാസ്റ്റ്യൻ ബ്രോക്കിൻ്റെതാണ്. അത് അദ്ദേഹം ആരംഭിക്കുന്നത് തന്നെ ആദിമ ക്രൈസ്തവ സഭയുടെ അല്ലെങ്കിൽ വിശ്വാസ ജീവിത സംബന്ധിയായി ക്രൈസ്തവ ലോകത്തിന് ആധാരമായി നിലനിൽക്കുന്ന 3 ഉറവിടങ്ങളെക്കുറിച്ച് പറഞ്ഞാണ്. ദ ലാറ്റിൻ വെസ്റ്റ്, ദ ഗ്രീക്ക് ഈസ്റ്റ്, ഓൾസോ ദ സിറിയക് ഓറിയന്റ്. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഏതൊക്കെ ധാരകളാണെന്നുള്ളത്. ലാറ്റിൻ വെസ്റ്റ് എന്നാൽ കാത്തലിക്
വിശ്വാസധാരയുടെ ഒരു ഉറവിടമാണ്. ഗ്രീക്ക് ഈസ്റ്റ് എന്നാൽ ബിസന്റൈൻ ഓർത്തഡോക്സിയുടെ ഒരു വിശ്വാസധാരയുടെ തുടക്കമാണ്. സിറിയക് ഓറിയൻ്റൽ വിശ്വാസങ്ങളുടെ, ഓർത്തഡോക്സ് സഭകളുടെ വിശ്വാസധാരയുടെ ഒരു വലിയ പ്രവാഹമാണത്. ഇതിൽ സുറിയാനി വിശ്വാസധാരയ്ക്കകത്ത് മറിയമിനുള്ള സ്ഥാനം, ക്രിസ്തുവിൻ്റെ മനുഷ്യരക്ഷാകര പദ്ധതിയുടെ അല്ലെങ്കിൽ രക്ഷാപദ്ധതിയുടെ മർമ്മപ്രധാനമായ സ്ഥാനം അലങ്കരിക്കുന്നവളായിട്ടാണ് അമ്മ മറിയത്തെ ഈ ഒരു വിചാരധാരയിൽ പറയുന്നത്. അതിങ്ങനെ അദ്ദേഹം പറഞ്ഞു വരുന്ന സമയത്ത് ഒരു ചെറിയ പരാമർശം നടത്തുന്നത് റാബുള്ള ഗോസ്പെൽസ് എന്ന് പറയുന്ന ഒന്നിനെ കുറിച്ചാണ്. അതാണ് ഞാൻ പറഞ്ഞത്, സവിശേഷമായ ഒരു സുവിശേഷ ആഖ്യാനം. അതൊരു ഇല്ലുസ്ട്രേറ്റഡ് ഗോസ്പലാണ്. ഇങ്ങനെ ചിത്രങ്ങൾ കൊണ്ട് സുവിശേഷം രചിച്ചിരിക്കുന്നത്. AD 586 അതിൻ്റെ ഡേറ്റ് പരാമർശിക്കുന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകളിൽ, സെബാസ്റ്റ്യൻ ബ്രൂക്കിൻ്റെ തന്നെ വാക്കുകൾ വായിക്കാം. In the illustrated Syriac Gospel manuscript dated AD 586, known as the Rabulla Gospels, there are two famous pictures, one of the Ascension, the other of Pentecost. സ്വർഗാരോഹണത്തിൻ്റെ ഒരു ചിത്രവും പെന്തിക്കോസ്തിയുടെ ഒരു ചിത്രവും അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. In both the central figure is the Virgin Mary. That she was present on both these occasions was taken as implicit in the words of Acts 1:14. All this the disciples unitedly preserve in prayer with one soul, together with the woman and with Mary, the mother of Jesus, and with his brothers. യേശുവിൻ്റെ അമ്മ മറിയയോടുകൂടി ഈ രണ്ട് സംഭവങ്ങളിലും, സ്വർഗാരോഹണത്തിൻ്റെയും പെന്തിക്കോസ്തായുടെയും സംഭവങ്ങളിൽ ശിഷ്യന്മാർ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചിരുന്നുവെന്ന് നമ്മളിപ്പോൾ വായിച്ചതുപോലെ എക്സ്പ്ലിസിറ്റായിട്ടല്ല, വളരെ പരോക്ഷമായി, ഇംപ്ലിസിറ്റ് എന്ന വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ്. അമ്മ മറിയത്തിൻ്റെ ആദിമ സഭാ ജീവിതത്തിലെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇവിടെ വളരെ ഗൗരവതരമായി നാം ധ്യാനിക്കേണ്ട വിഷയം. നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ വ്യാകുല മാതാവിൻ്റെ മുമ്പിലുള്ള പ്രാർത്ഥനകൾ കൊണ്ട് വീണ്ടും മാതാവിനെ വ്യാകുലപ്പെടുത്തുന്ന തരത്തിലേക്ക് നമ്മുടെ വർത്തമാനകാല സഭാജീവിതം ഇങ്ങനെ നേർത്ത് മറിയത്തിൻ്റെ സ്ഥാനത്തെ കൊണ്ടെത്തിക്കുമ്പോൾ വീണ്ടും കുറെ കൂടി ഗൗരവമായി ക്രിസ്തുവിൻ്റെ രക്ഷാപദ്ധതിയിലെ മറിയത്തിൻ്റെ സ്ഥാനത്തെക്കുറിച്ച്, അതെന്താണ് ഒരു മനുഷ്യൻ്റെ സാധ്യതയാവുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ അന്വേഷിക്കുന്നത്. കന്യക മറിയാമിനെ വിശേഷിപ്പിക്കുന്നത് തന്നെ ദ മദർ ഓഫ് ന്യൂ ഹ്യൂമാനിറ്റി എന്നാണ്. പുതിയ മാനവികതയുടെ അമ്മ എന്നാണ്. ഇതാണ് പുതിയ മാനവികതയുടെ പ്രത്യേകത. പഴയ മാനവികത എന്താണ്? നിങ്ങൾ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുവീനെന്നാണ് നമ്മൾ വായിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. എന്താണ് ഈ ധരിക്കുക എന്ന് പറഞ്ഞാൽ? നമ്മൾ സാധാരണ എന്താ ധരിക്കുക? വസ്ത്രം ധരിക്കും അല്ലേ? ശരിക്കും അത് തന്നെയാണ്. ഈ ധരിക്കുന്നതിൻ്റെ പേരാണ് ധാരണ. എറ്റിമോളജി നോക്കിയാൽ ധാരണ എന്ന വാക്കിൻ്റെ നിരുക്തം ധരിക്കുക എന്നുള്ളതാണ്. എന്താണോ ഒരാൾ ധരിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ നമ്മളുടെ തുബ്ദേൻ പ്രാർത്ഥനകളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, ദൈവത്തെ ധരിച്ചവരായ ഞങ്ങളുടെ പിതാക്കന്മാരും. എന്താ അതിൻ്റെ അർത്ഥം? ദൈവത്തെ ധരിച്ചവരായ ഞങ്ങളുടെ പിതാക്കന്മാരും. ദൈവത്തെ ധരിക്കാം, വേണ ദൈവത്തെ തെറ്റിദ്ധരിക്കാം. ദൈവത്തെക്കുറിച്ചുള്ള ധാരണ ഉണ്ടായിരുന്ന പിതാക്കന്മാർ, അല്ലെങ്കിൽ ദൈവത്തെ ഉടുത്ത പിതാക്കന്മാർ,
എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? അവിടെയാണ് അമ്മ മറിയത്തിൻ്റെ പ്രസക്തി ഈ ധാരണ അല്ലെങ്കിൽ ധരിക്കുക എന്നുള്ള വാക്കുമായി വളരെ അടുത്ത് നിൽക്കുന്നത്. The idea of Christ's humanity as a garment which he put on from Mary at the incarnation. സുറിയാനി സഭാ പാരമ്പര്യത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് അമ്മ മറിയത്തിൽ നിന്ന് അവൻ ശരീരം ധരിച്ചതിനെക്കുറിച്ച്. അവൻ്റെ മനുഷ്യാവതാരത്തിൽ മറിയത്തിൻ്റെ പ്രാധാന്യം, ക്രിസ്തു ധരിച്ച ശരീരം അത് മറിയത്തിൽ നിന്നുള്ള ശരീരമാണ് അല്ലേ? ആയമ്മ കഴിച്ചതല്ലേ യേശുവിൻ്റെ ശരീരമാവുന്നത്. അപ്പോൾ ആ ശരീരത്തിൻ്റെ വേദശാസ്ത്രപരമായ മാനത്തെക്കുറിച്ച് സുറിയാനി സഭാപിതാക്കന്മാർ ഒരുപാട് സദൃശ്യങ്ങളിലൂടെ അതിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. അത് അനുസരണത്തിൻ്റെ വസ്ത്രമാണ്. മറിയം ദൈവത്തോട് നടത്തിയ ഉഭയസമ്മതത്തിൻ്റെ വസ്ത്രമാണ്. ആ പുതുമനുഷ്യൻ്റെ ശരീരമാണ്. പരിശുദ്ധ മാമോദീസായിലൂടെ ടു പുട്ട് ഓൺ ക്രൈസ്റ്റ്, ക്രിസ്തുവിനെ ധരിക്കുക എന്ന് നമ്മളോട് പറയുമ്പോൾ ആ പുതുമനുഷ്യൻ്റെ ശരീരമാണ് നമ്മൾ ധരിക്കുന്നത്. ഇത് വേദശാസ്ത്രപരമായൊരു വിഷയമാണ്, എനിക്കറിയാം. അതത്ര ലളിതമായി നമ്മുടെ വിചാരത്തിലേക്ക് പെട്ടെന്ന് കയറി പാർക്കാൻ സാധ്യത കുറവാണ്. പക്ഷേ കയറി പാർക്കണം. കാരണം നമ്മൾ എത്ര നാൾ ഇങ്ങനെ കുട്ടിക്കഥയും നേരം പോക്കും പറഞ്ഞ് സമയം കളയും. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന, ആദ്യമേ പറഞ്ഞല്ലോ, വ്യക്തിപരങ്ങളായ സാമൂഹികങ്ങളായ വലിയ സംഘർഷങ്ങൾ നമ്മുടെ വിശ്വാസത്തെ ഉലയ്ക്കുന്നതിൻ്റെ കാരണം തന്നെ നമ്മുടെ ആഴക്കുറവാണ്. നാം എന്തിൽ വിശ്വസിക്കുന്നു, ആരിൽ വിശ്വസിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള ധാരണക്കുറവാണ്. നാം എന്തിനു മാമോദീസ ഏറ്റിരിക്കുന്നു? നാം എന്തിനു വിശുദ്ധ കുർബാന അനുഭവം നടത്തുന്നു? നാം എന്തിനു നോമ്പാചരിക്കുന്നു? നാം എന്തിനു അനുദപിക്കുന്നു? നമ്മൾ സാധാരണ പറയുന്ന പോലെ നമുക്കതിനെക്കുറിച്ച് വലിയ ധാരണയില്ലല്ലോ. അതുകൊണ്ടാണ് ക്രിസ്തുവിനെ ധരിക്കുക എന്ന ആ പരമപ്രക്രിയയാണ് പരിശുദ്ധ മാമോദീസായിലൂടെ നമ്മളിൽ സംഭവിച്ചിരിക്കുന്നത്. അതിൽ മറിയത്തിൻ്റെ സ്ഥാനം എത്രമാത്രമുണ്ട്, ആ ക്രിസ്തു ശരീരത്തിൽ മറിയത്തിൻ്റെ റോൾ എന്തുമാത്രമുണ്ട് എന്നുള്ളതാണ് ആദിമസഭ അമ്മ മറിയത്തിന് കൊടുത്ത പ്രാധാന്യം എത്രമാത്രം വലുതാണ് എന്ന് വീണ്ടും ചിന്തിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. കാരണം ഈ വസ്ത്രമാണ് അവസാനത്തെ യുഗാന്ത്യ വിരുന്നിൽ നമ്മളോട് ചോദിക്കുന്നത്. അത് യേശു ഒരു കഥയായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സ്നേഹിത, നിന്റെ കല്യാണ വസ്ത്രം എവിടെ? ഈ വസ്ത്രം എന്ന് പറയുന്ന ഇമേജറി പല പ്രഭാഷണങ്ങളിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ വസ്ത്രമെന്ന് പറയുന്ന ആ ഒരു സദൃശ്യമാണ് നമ്മുടെ സഭാവിശ്വാസ പാരമ്പര്യങ്ങളിൽ അടിസ്ഥാനപരമായി നമ്മളെക്കുറിച്ച് തന്നെയുള്ള ധാരണ രൂപപ്പെടുത്തുന്നതിൽ നമ്മളെ സഹായിക്കുന്ന ഒരു ഘടകം. എന്തുകൊണ്ടെന്നാൽ നമ്മളുടെ ജീവിതം ആരംഭിക്കുമ്പോൾ മുതൽ രക്ഷാകര പദ്ധതിയിലേക്ക് നമ്മൾ പങ്കാളിയാവുന്ന അതിൻ്റെ തുടക്കമായ മാമോദീസ മുതൽ ഒടുവിലെ ന്യായവിധി വരെ ഈ വസ്ത്രം നമ്മളോടൊപ്പമുണ്ട്. അതുകൊണ്ടാണ് അതിൽ കറ പുരളുമ്പോൾ, അതിൽ കീറലുണ്ടാകുമ്പോൾ അനുദപിക്കണമെന്ന് പറയുന്നത്. കുമ്പസാരത്തിൻ്റെ പ്രാധാന്യം അവിടെയാണ്. സത്യ അനുതാപത്തിൻ്റെ പ്രാധാന്യം അവിടെയാണ്. സ്നേഹിത, നിന്റെ കല്യാണ വസ്ത്രം എവിടെ? നമ്മൾ പാടുമല്ലോ, അങ്കിയണിഞ്ഞെതിരേൽപ്പാനായി രക്ഷകനെ നിൻ ഗാത്രത്തെ ഭക്ഷിച്ചുമെന്ന് പറഞ്ഞ് മരണമടഞ്ഞവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ അവസാനം പറയും അങ്കിയണിഞ്ഞെതിരേൽപ്പാനായി. ആ അങ്കിയെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. ദ ഗാർമെന്റ് ഓഫ് ഗ്ലോറി, തേജസ്സിൻ്റെ വസ്ത്രം.
ഇത് ദൈവ സംസർഗത്തിൻ്റെ അടയാളമാണ്. ഏദനിൽ ആദം നഷ്ടപ്പെടുത്തിയ വസ്ത്രം, അതാണ് രണ്ടാം ആദാമായ ക്രിസ്തു തിരികെ നൽകുന്നത്. ഈ ഒരു സദൃശ്യം ഒന്നാം ആദാമും രണ്ടാം ആദാമും, അതുപോലെ തന്നെ ഒന്നാം ഹവ്വായും രണ്ടാം ഹവ്വായും. ഒന്നാം ഹവ്വായുടെ അനുസരണക്കേട് രണ്ടാം ഹവ്വ തിരുത്തുന്നു, മറിയം. അതാദ്യം പരാമർശിക്കുന്നത് ജസ്റ്റിൻ മാർട്ടിർ എന്ന് പറയുന്ന ഒരു പിതാവാണ്. പിന്നീട് ഈ സുറിയാനി പാരമ്പര്യത്തിൽ അതിങ്ങനെ എഫ്രേമും സെറൂഗിലെ യാക്കോബും ഒക്കെ ആവർത്തിച്ച് പറയുന്ന ഒരു ഉപമയാണ്. എന്താണെന്നറിയുമോ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സെറൂഗിലെ യാക്കോബിൻ്റെ ഒരു സുന്ദരൻ കവിതയുണ്ട്. ആദ്യ മാതാവായ ഹവ്വായുടെ ചെവിയിൽ കൂടിയാണ് പാമ്പ് പിശാചിൻ്റെ വചനം വിതച്ചത്. രണ്ടാം ഹവ്വായായ മറിയത്തിൻ്റെ ചെവിയിൽ കൂടിയാണ് ഗബ്രിയേൽ ദൈവത്തിൻ്റെ വചനം വിതച്ചത്. അതുകൊണ്ടാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു ചിന്തയായി സുറിയാനി സഭാ പാരമ്പര്യത്തിൽ വസ്ത്രത്തോടൊപ്പം രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചിന്തയായി ചെവി, കേൾവി, ശ്രവണം എന്നൊരാശയം പറഞ്ഞിരിക്കുന്നത്. ഡിവൈൻ വേർഡ് എൻറ്ററിങ് മേരി ത്രൂ ഇയർ. കുറേ കവിതകളുണ്ട്, അപ്രേമിൻ്റേതും യാക്കോബിൻ്റേതും ഒക്കെ ആയിട്ട് ഈ ഒരൊറ്റ വിഷയത്തെ മാത്രം പുരസ്കരിച്ച് അവരിങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഹവ്വായുടെ കാതിൽ കൂടി മരണം കടന്നതിനെക്കുറിച്ച്, രണ്ടാം ഹവ്വായായ മറിയത്തിൻ്റെ കാതിൽ കൂടി ജീവൻ കടന്നതിനെക്കുറിച്ച് ഒക്കെ കുറേ കവിതകൾ ഇങ്ങനെ പറയുന്നുണ്ട്. ഞാൻ ഇത്രയും പറയാൻ ശ്രമിച്ചത് മറിയത്തിൻ്റെ പ്രാധാന്യം നമ്മുടെ വർത്തമാനകാല ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ എത്രമാത്രം വലുതാണ്. ആ മറിയത്തിൻ്റെ സാധ്യത, അല്ലെങ്കിൽ മറിയം ഉപയോഗിച്ച മനുഷ്യ സാധ്യത തന്നെയാണ് നമുക്ക് ഓരോരുത്തർക്കുമുള്ളത്. ക്രിസ്തു ഉരുവാകാൻ തക്ക വിധത്തിൽ കണ്ണാടിക്കൂട്ടിലെ പ്രാർത്ഥനകൾ കുറെ കൂടി ഗൗരവതരമായി നമ്മൾ പുതുതായി എഴുതി ചേർക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ള ഒരു തോന്നലിൽ നിന്നാണ് ഈ ഒരു ആമുഖം നിങ്ങളോട് സംവദിച്ചത്. മറിയത്തെക്കുറിച്ച് ഒരുപാട് ഉപമകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ആമുഖ പ്രഭാഷണത്തിൽ അച്ഛനിങ്ങനെ ഓർമ്മിപ്പിച്ചു, ക്രിസ്തുവിനോടുള്ള ബന്ധത്തിലാണ് മറിയത്തെ മനസ്സിലാക്കേണ്ടത്. അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. മറിയത്തിന് ഒറ്റയ്ക്കൊരു എൻറ്റിറ്റി ഓർത്തഡോക്സ് സഭാ പാരമ്പര്യത്തിൽ നൽകിയിട്ടില്ല, ചിത്രങ്ങളിൽ പോലുമില്ല. ക്രിസ്തുവിനോടുള്ള ബന്ധത്തിലാണ് മറിയത്തിൻ്റെ എല്ലാ ചിത്രങ്ങളും. അത് അനൻസിയേഷൻ മുതൽ, വചനിപ്പ് മുതൽ ഏറ്റവും ഒടുവിൽ ചിത്രങ്ങൾ വരെ, ക്രിസ്തുവിൻ്റെ ഉത്ഥാനം, നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ സ്വർഗാരോഹണത്തിൻ്റേതും ഒക്കെ ചിത്രങ്ങളിൽ ഉൾപ്പെടെ ക്രിസ്തുവിനോട് ചേർന്നാണ് കാണപ്പെടുന്നത്. അപ്പോൾ ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ എങ്ങനെയാണ് മറിയത്തെ അടയാളപ്പെടുത്തേണ്ടത് എന്നുള്ള അന്വേഷണത്തിലാണ് സഭാപിതാക്കന്മാർ ഒരുപാട് ഉപമകൾ, നമ്മൾ ഈ മധ്യസ്ഥ പ്രാർത്ഥനയിലൊക്കെ അത് ചൊല്ലി നമുക്ക് കാണാപ്പാടമായ സംഗതികളാണ്. ചിലത് ഞാനൊന്ന് വായിക്കാം, കാരണം ഇത് അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ ഒന്ന് രണ്ടെണ്ണം പുതിയതായി തന്നെ ഞാനും കേട്ടതാണ്. ശ്രദ്ധയിൽപ്പെട്ടത് സത്യത്തിൽ ഇപ്പോഴാണ്. ഒന്ന്, ഒരു രാജാവിൻ്റെ കൊട്ടാരം. ഷീ ഈസ് എ പാലസ് ഫോർ ദ കിങ്. രാജാവിനുള്ള ഒരു കൊട്ടാരമായി അവൾ ഒരുക്കപ്പെട്ടിരുന്നു, നമുക്കറിയാവുന്നതാണ്. രണ്ടാമത്, സാക്ഷ്യത്തിൻ്റെ പെട്ടകം അല്ലെങ്കിൽ ദൈവമന്ദിരം. ആ സാധ്യതയെക്കുറിച്ച് അപ്പോസ്തലൻ പിന്നീട് നമ്മളോട് പറയുന്നുണ്ട്. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലേ. ഈ ഓരോ ഉപമ പറയുമ്പോഴും
നമ്മുടെ ജീവിതത്തിൻ്റെ കൂടെ സാധ്യതയാണ് ഇതെന്നൊന്ന് ഓർത്തിരിക്കാം. സാക്ഷ്യപ്പെട്ടകമെന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നമുക്കറിയാം. ആ നിയമം സൂക്ഷിക്കുന്ന സ്ഥലം ശരിക്കും നമ്മുടെ ഉള്ള അത്തരത്തിലാണെങ്കിൽ സാക്ഷ്യപ്പെട്ടകമാകാനുള്ള ഒരു സാധ്യതയാണ് അവിടെ തുറന്നു കിട്ടുക. ദൈവത്തോടുള്ള ഉടമ്പടി സൂക്ഷിക്കുന്ന ഒരു സ്ഥലമാവുകയാണെങ്കിൽ. മറ്റൊന്ന് ബേണിംഗ് ബുഷ്. അത് പലപ്പോഴും നമ്മൾ അങ്ങനെയൊക്കെ തന്നെയാണല്ലേ, എരിയാതെ എരിയുന്ന മുൾമരം. അങ്ങനെയാണല്ലോ നമ്മളിങ്ങനെ ഇത്തരം ഇടങ്ങളിൽ വരുന്നതും കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നതുമൊക്കെ. പക്ഷെ ഒന്നും ഓർക്കണം, എരിയാതെ എരിയുമ്പോഴും അവിടെ ദൈവമുണ്ട്. ദൈവമുണ്ട് കൂട്ടായിട്ട്. വേറെ ആരുമില്ല, തനിച്ചാണ്, മലമുകളിലാണ്. വീണ്ടും എ ഷിപ്പ് ബിയറിങ് എ കാർഗോ ഓഫ് ട്രഷർ. വലിയൊരു നിധി കൊണ്ടുപോകുന്ന കപ്പൽ. അങ്ങനെയാണ് മറിയത്തെ വിശേഷിപ്പിക്കുന്നത്. പിന്നെ അഹറോന്റെ തളിർത്ത വടിയോട് ഉപമിക്കുന്നു. മരുഭൂമിയിൽ ജീവജലം നൽകിയ പാറയോട് ഉപമിക്കുന്നു. ഞാൻ പുതിയതായി ശ്രദ്ധയിൽപ്പെട്ടത് എന്ന് പറഞ്ഞത് മറ്റൊന്നാണ്. Mary compared to the tree in whose branches the ram that saved Isaac we quote. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ അബ്രഹാം ഇസഹാക്കിനെ ബലി കഴിക്കാൻ കൊണ്ടുപോയതിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഈ വിറക് കെട്ടുമൊക്കെ ആയിട്ടാണല്ലോ ഇത് മുകളിലേക്ക് കൊണ്ടുപോകുന്നത്. അബ്രഹാമും ഇസഹാക്കും അവിടെ ചെല്ലുന്നു. അപ്പോൾ വിറക് ചുമന്നിട്ട് ഇസഹാക്ക് പോകുന്നു. അബ്രഹാം വാളുയർത്തുമ്പോൾ കുറുങ്കാട്ടിൽ ഒരു ആട്ടിൻകുട്ടി, അല്ലേ? അങ്ങനെ പറയാം. ഒരു മരത്തിൻ്റെ ചുവട്ടിലിങ്ങനെ. അത് മറിയമായിരുന്നു. നമ്മുടെ ആരാധനാ ഗീതങ്ങളിൽ അത്ര അത് പോപ്പുലർ അല്ല. അതിൻ്റെ വിശദീകരണം ഉൽപ്പത്തി പുസ്തകത്തെക്കുറിച്ച് മാർ അപ്രയം എഴുതിയിരിക്കുന്ന വ്യാഖ്യാനത്തിലാണ് പരാമർശിക്കുന്നത്. ഇവർ ഭാവനാത്മകമായി എഴുതുന്നത് കൊണ്ട് വളരെ കാവ്യാത്മകമായിട്ട് തന്നെയാണ് ഇവരിതിനെയൊക്കെ സമീപിക്കുന്നത്. മുകളിൽ മരമുണ്ടായിരുന്നെങ്കിൽ പിന്നെ താഴേന്ന് വിറവ് കൊണ്ടുപോകണമായിരുന്നു. അപ്പം അവിടെ ഇല്ലായിരുന്നു മേളിൽ. പെട്ടെന്നുണ്ടായ ഒരു ആട്ടിൻകുട്ടിയും പെട്ടെന്നുണ്ടായ ഒരു മരവും എന്നുള്ള നിലയിലാണ് അവിടെ അവതരിപ്പിക്കുന്നത്. അവിടെ എല്ലാം ഈ ഒരു വിർജിൻ എലമെൻ്റ്, കന്യകാത്വത്തിൻ്റെ ഒരു എലമെൻ്റ് അവിടെ എല്ലാം സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഉപമയുടെയും വലിയൊരു പ്രത്യേകതയായിട്ട് പറയുന്നത്. ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് ഒന്ന് രണ്ട് ചെറിയ സദൃശ്യങ്ങൾ, മറിയത്തെക്കുറിച്ച് നമ്മുടെ പാരമ്പര്യത്തിൽ പരാമർശിക്കുന്ന ഒന്ന് രണ്ട് ചെറിയ സദൃശ്യങ്ങളുടെ ലളിതമായ ഒരു വിശദീകരണം തന്ന് എൻ്റെ വാക്ക് അവസാനിപ്പിക്കാം. വീണ്ടും ഞാൻ പറയുന്നു, മറിയം ഒരു സാധ്യതയാണ്. നമുക്കായി തീരാനുള്ള ഒരു സാധ്യതയാണ്. ക്രിസ്തുവിനെ ഉള്ളിൽ വഹിക്കാനുള്ള ഒരു സാധ്യതയാണ്. ക്രിസ്തുവിനോടൊപ്പം നിരന്തരം സഞ്ചരിക്കാനുള്ള ഒരു സാധ്യതയാണ്. അവൻ്റെ മരണത്തിലും അവൻ്റെ ഉയർപ്പിലും പങ്കാളിയാവാനുള്ള ഒരു സാധ്യതയാണ്. അവൻ്റെ സ്വർഗാരോഹണത്തിന് സാക്ഷിയാവാനുള്ള ഒരു സാധ്യതയാണ്. അവനയക്കുന്ന കാര്യസ്ഥൻ്റെ ആവാസത്തിൻ്റെ പാരമ്യത്തിലും പങ്കുവഹിക്കാനുള്ള ഒരു സാധ്യതയാണ്. അതുകൊണ്ടാണ് മറിയം നവമാനവികതയുടെ അമ്മ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഗിദെയോന്യ രോമക്കെട്ടെ എന്നൊരു വിശേഷണം മറിയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പ്രത്യേകിച്ചും മംഗളവാർത്തക്കാലത്തെ, നമ്മുടെ ക്രിസ്മസ് കാലത്തെ പ്രാർത്ഥനകളിൽ ഉപയോഗിക്കുന്ന ഒരു സദറ പ്രാർത്ഥനയിലെ വരിയാണ്: ഗിദെയോന്യ രോമക്കെട്ടെ, നിനക്ക് ഭാഗ്യം, നിന്നിൽ കുളിർമഞ്ഞ് കാണപ്പെടുകയും അത് ലോകത്തിൻ്റെ ദാഹം ശമിപ്പിക്കുകയും ചെയ്തു. വേറൊരു പ്രാർത്ഥനയിൽ പറയും:
രോമക്കെട്ടിന്മേൽ പെയ്ത മഴ പോലെ അവൻ നിന്നിലിറങ്ങി വസിച്ചു. ഇതേത് പുസ്തകത്തിൽ നിന്നുള്ള പരാമർശമാണെന്ന് ഓർമ്മയുണ്ടോ? വേദപുസ്തകത്തിലെ ഒരു പുസ്തകമാണ്, ന്യായാധിപന്മാരുടെ പുസ്തകം. ഗിദെയോൻ എന്ന ന്യായാധിപനെ കുറിച്ച് നമ്മൾ വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഗിദെയോൻ എന്ന ന്യായാധിപനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ദൈവവുമായി നടത്തിയ ഒരു ഉടമ്പടിയെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു സംഭാഷണത്തെക്കുറിച്ച് വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിലാണ് അത് നമ്മൾ കാണുന്നത്. ഗിദെയോൻ ദൈവത്തോട് ചോദിക്കുകയാണ്, അങ്ങ് പറഞ്ഞതുപോലെ ഇസ്രായേലിനെ എൻ്റെ കയ്യാൽ അങ്ങ് വീണ്ടെടുക്കുമെങ്കിൽ ഇതാ ആട്ടിൻ രോമം കൊണ്ടുള്ള ഒരു വസ്ത്രം ഞാൻ കളത്തിൽ വിരിക്കുന്നു. അതിന്മീതെ മാത്രം മഞ്ഞ് കാണപ്പെടുകയും കളം മുഴുവൻ ഉണങ്ങിയിരിക്കുകയും ചെയ്താൽ അങ്ങ് പറഞ്ഞതുപോലെ എൻ്റെ കൈകൊണ്ട് ഇസ്രായേലിനെ അങ്ങ് വീണ്ടെടുക്കുമെന്ന് ഞാൻ മനസ്സിലാക്കും. അങ്ങനെ തന്നെ സംഭവിച്ചു. ദൈവേഷ്ടമായിരിക്കണം നടക്കേണ്ടത് എന്നതിൻ്റെ അടയാളമാണ് ഗിദെയോൻ ആരായുന്നത്. ഈ അതിശയ കാഴ്ചയുടെ മുമ്പും ബിംബമുള്ള ചില സംഭവങ്ങളുണ്ട്. സാവധാനം, സാവകാശം ആ വേദഭാഗം ഒന്ന് വായിച്ചു നോക്കണം. കനാൻ എന്ന വാഗ്ദത്ത ഭൂമിയിലേക്ക് ദൈവജനം പ്രവേശിച്ചു കഴിയുമ്പോൾ അവരുടെ ആരംഭ നാളുകളിലെ കുറേയധികം വിശേഷണങ്ങളുണ്ട്. ഇസ്രായേലിനെ യുദ്ധം ശീലിപ്പിക്കാൻ ദൈവം കനാനിൽ ചില ജനതകളെ അവശേഷിപ്പിച്ചു എന്നാണ് തിരുവെഴുത്തിൽ നമ്മൾ വായിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറേ പോരാട്ടങ്ങൾ, അവിടെയുള്ള കുറേ ചെറിയ ചെറിയ വംശങ്ങളുമായി ഇങ്ങനെ ദൈവജനം പോരാടിയാണ് അവിടെ ഇങ്ങനെ അധിവാസം ഉറപ്പിക്കുന്നത്. പോരാട്ടങ്ങളിൽ ചെറിയ വിജയങ്ങളുണ്ട്. ചിലപ്പോൾ ദൈവപ്രീതി നഷ്ടമാക്കുമ്പോൾ പരാജയങ്ങളിലേക്ക് വീണു പോകുന്ന സംഭവങ്ങളുണ്ട്. ഓരോ തവണയും ദൈവം ഓരോ നായകരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നുണ്ട്. ഓരോ നായകരെ എഴുന്നേൽപ്പിക്കുകയും അവരിങ്ങനെ ഓരോ യുദ്ധങ്ങളിൽ വിജയശ്രീലാളിതരാവുകയും ചെയ്യുന്നു. ഇടങ്കയ്യൻ യേഹൂദിനും ന്യായാധിപതിയായ ദെബോറായ്ക്കും ശേഷമുള്ള ഒരു കാലം ഇസ്രായേലിൻ്റെ തിന്മ പ്രവർത്തികളിൽ മുഷിഞ്ഞ ദൈവം അവരെ 7 വർഷങ്ങൾ മിദ്യാന്യരുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു. വലിയ പീഡനമാണ് അവർക്ക് ആ കാലഘട്ടത്തിൽ ഉണ്ടാവുന്നത്. അവരിങ്ങനെ നിലവിളിക്കാൻ, ദൈവത്തോട് നിലവിളിക്കാൻ. ഇത്തവണ വിമോചന നായകനായി ഉയർത്തിയ ആളാണ് ഗിദെയോൻ. അയാളുടെ അനുസരണത്തെയും ധൈര്യത്തെയും പരീക്ഷിച്ചറിഞ്ഞ് ബോധ്യം വന്ന ശേഷമാണ് വലിയൊരു നിയോഗം ദൈവം അയാളെ ഭരമേൽപ്പിക്കുന്നത്. ആ പരീക്ഷണമാണ് ഇതിനകത്ത് ഏറ്റവും കൗതുകമുള്ള സംഗതി. ആ പരീക്ഷണം തന്നെയാണ് സത്യത്തിൽ ഈ ഒരു അടയാളത്തെയും അതിൻ്റെ അർത്ഥത്തെയും ഒക്കെ മറിയവുമായി ബന്ധിപ്പിക്കുന്നത് പോലും. എന്താ പരീക്ഷണമെന്നറിയാമോ? മിദ്യാന്യരുമായി ഇനി യുദ്ധം ചെയ്യണം. 7 വർഷമായി അടിമത്തത്തിലാണ്, വലിയ പ്രതിസന്ധിയിലാണ്, പ്രയാസത്തിൽപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഗിദെയോനെ ദൈവം എഴുന്നേൽപ്പിച്ചു. ഈ യുദ്ധത്തിന് ഒരുങ്ങാനായി ഗിദെയോനോട് പറയുകയാണ്. അപ്പോൾ ഗിദെയോൻ ഈ യുദ്ധത്തിന് വേണ്ടി ഒരു വലിയ സന്നാഹത്തെ രൂപപ്പെടുത്തുകയാണ്. കാരണം മിദ്യാന്യർ അതിശക്തരാണ്. അവരോടുള്ള യുദ്ധം ജയിക്കണമെങ്കിൽ നല്ല ഒരുക്കം വേണം. ഏകദേശം ഒരു 32,000 യോദ്ധാക്കളുടെ സംഘം ഗിദെയോൻ സംഘടിപ്പിച്ചു. എല്ലാ ഗോത്രങ്ങളിൽ നിന്നുമൊക്കെയായി ആളുകളെയൊക്കെ കൂട്ടിവരുത്തി 32,000 പേരുണ്ട്. ദൈവം ഈ വലിയ സൈന്യത്തെ 2 പ്രാവശ്യം ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളതൊന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. വെള്ളം കുടിക്കുന്ന രീതി കൊണ്ട്
ദൈവം കുറേ അധികം ആളുകളെ തിരിച്ചു വിട്ടോളാൻ പറയുന്നുണ്ട്. പുഴയോരത്തേക്ക് പോയി വെള്ളം കുടിക്കുക, അതിൽ മുട്ടുകുത്തി വെള്ളം കുടിക്കുന്നവർ, നിലത്തോട് പറ്റിച്ചേർന്ന് വെള്ളം കുടിക്കുന്നവർ, അവസാനം ഇങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വന്നപ്പോഴേക്കും ഒരു 300 പേരേ ഉള്ളൂ. 32,000 പേരിൽ തുടങ്ങിയതാണ്. 300 പേരായി തെരഞ്ഞെടുക്കപ്പെട്ട സൈന്യം. അതിൻ്റെ കാരണം ദൈവം അവനോട് പറയുന്നത് എന്താണെന്നറിയുമോ? നിങ്ങളുടെ സംഖ്യ അധികമായതിനാൽ മിദ്യാൻകാരെ ഞാൻ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നില്ല. സ്വന്തം കൈകൊണ്ട് തന്നെ രക്ഷ പ്രാപിച്ചുവെന്ന് ഇസ്രായേൽ എൻ്റെ നേരെ നോക്കി വമ്പ് പറഞ്ഞേക്കാം. സത്യത്തിൽ നമ്മുടെ എല്ലാ മംഗത്തരങ്ങൾക്കുള്ള ഒരു താക്കീതാണിത്. നമ്മൾ പാടും, എൻ്റെ ബുദ്ധിയും എൻ്റെ ശക്തിയും എല്ലാം സർവവും യേശുനാഥൻ തന്നതാണ്, സമർപ്പണം. സത്യത്തിൽ നമ്മൾ നെഞ്ച് തകർന്ന് നിലവിളിക്കുന്നത് ഈ ഭൂമിയിൽ ഒന്നും നമ്മളെ സഹായിക്കാതെ വരുന്ന സമയത്ത് മാത്രമാണ്. അത്രയും അൺകണ്ടീഷണലായി നമ്മൾ ദൈവസന്നിധിയിലേക്ക് നമ്മളെ തന്നെ എറിഞ്ഞു കൊടുക്കുന്നത് ഈ ഭൂമിയിൽ ഒന്നും നമ്മളെ സഹായിക്കില്ല എന്ന് നമുക്ക് ഉറപ്പ് വരുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ. അതുവരെ നമ്മൾ ഏത് കച്ചിത്തുരുമ്പിലും പിടിക്കും. ദൈവം പിന്നെ സൈഡിൽ കൂടെ നമ്മുടെ കൂടെ നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളോട് കരുണയുള്ളതുകൊണ്ട്. നമ്മൾ ഉപേക്ഷിച്ചാലും നമ്മൾ ഉപേക്ഷിക്കാത്തവനായതുകൊണ്ട് ദൈവം നമ്മുടെ കൂടെ നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ 300 പേരുടെ ചെറിയ കൂട്ടം അന്ന് രാത്രിയിൽ ശത്രുക്കളെ കീഴ്പ്പെടുത്തി. സ്വയത്തിനും സംഘത്തിനും മീതെയുള്ള, അതായത് ഒറ്റയ്ക്കും പെട്ടയ്ക്കും നിന്നുള്ള നമ്മുടെ ബലത്തിന് മീതെയുള്ള ഒരു ദൈവത്തിലെ ശരണം വയ്ക്കലാണ് ഇവിടെ ഗിദെയോൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ഗിദെയോനുണ്ടായ ആ അടയാളം നസറേത്തിലെ ആ പെൺകുട്ടിയുടെ സമർപ്പണം പോലെ അത്രയും നിസ്സഹായായ ഒരു പെൺകുട്ടി ഒരു വലിയ വിമോചനത്തിന് കാരണക്കാരിയായി തീരുന്നു എന്നുള്ളത് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലാണ്. ഗിദെയോന്യ രോമക്കെട്ടിൻ്റെ കഥ ഓർക്കുമ്പോഴെല്ലാം നമ്മുടെ സ്വയാശ്രയത്തിൻ്റെ നിരർത്ഥകത നാം അറിയുന്നത്. ഇനി വേറൊരു ഉപമയുണ്ട് മറിയത്തെക്കുറിച്ച് പറയുന്നത്. യെഹസ്കേൽ കണ്ട ജഡീകരഥമേ. അതുകൂടി പറയുമ്പോൾ നമ്മുടെ സമയം ഏകദേശം അവസാനിക്കുകയാണ്. ആദ്യത്തേത്, നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട തോന്നല് ഏത് നിസ്സഹായതയുടെ ഇടയിലും ഏത് ബലഹീനതയുടെ ഇടയിലും ദൈവത്തിന് പ്രവർത്തിക്കാം. അവിടെ മാത്രമേ ദൈവം പ്രവർത്തിക്കുകയുള്ളൂ. മെട്രോപൊളിറ്റൻ ആൻ്റണി ബ്ലൂം പറയുന്നത് പോലെ നമ്മൾ ഈ കൊച്ചുനാളിലൊക്കെ അക്ഷരം എഴുതുന്ന സമയത്ത് ആശാൻ നമ്മുടെ കൈ ഇങ്ങനെ മുറുക്കെ പിടിച്ചു. അദ്ദേഹത്തിൻ്റെ കൈക്കുള്ളിലാണ് നമ്മുടെ കൈ. എഴുതിക്കും. എഴുതുന്ന സമയത്ത് ഈ കുഞ്ഞിൻ്റെ കൈ ബലം പിടിക്കുകയാണെങ്കിൽ ഇതുവഴി പോവും. ഒന്നാമതേ നേരെ ചൊവ്വേ എഴുതാൻ തന്നെ പാടാണ്. ഒത്തിരി വളവുള്ള ഒരു അക്ഷരമാണത്. അപ്പോൾ നമ്മളിങ്ങനെ അകത്ത് നിന്ന് ബലം പിടിക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ പോകാൻ സാധ്യതയുണ്ട്. ജീവിതത്തിൽ അങ്ങനെ തന്നെ കേട്ടോ. ദൈവം എഴുതുന്ന ഒരു പുസ്തകമാണ് എൻ്റെ ജീവിതമെന്ന് അമ്മ തെരേസ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എത്ര ബലം പിടിക്കുന്നോ അത്രയും നമ്മുടെ ജീവിതത്തിൻ്റെ ഭംഗി നഷ്ടപ്പെടും. ദൈവം ഉദ്ദേശിച്ച ഒരു ഭംഗിയുണ്ട് നമുക്കെല്ലാം. മറിയം ഇത്രയും പൂർണ്ണമായിട്ടും വിട്ടുകൊടുത്തുകൊണ്ടാണ് അത്രയും ഭംഗി അവളുടെ ഓർമ്മയ്ക്കുള്ളത്. അത്രയും സൗന്ദര്യം, അത്രയും സൗരഭ്യം മറിയത്തിൻ്റെ ഓർമ്മയ്ക്ക് ഇങ്ങനെ കാലാതിവർത്തിയായി നിലനിൽക്കുന്നത്. ഒളിമങ്ങാതെ അതിങ്ങനെ കാലം ചെല്ലുന്തോറും പഴകുന്തോറും വീര്യം കൂടുന്നത് പോലെ
അതിൻ്റെ ശക്തി വർദ്ധിക്കുന്നതിൻ്റെ കാരണം ഈ ഒരു നിരുപാധികമായ വിട്ടുകൊടുക്കലാണ്. ഗിദെയോന്യ രോമക്കെട്ടെ എന്നൊക്കെ വിശേഷിപ്പിക്കുമ്പോൾ ആ ദൈവം ഷോർട്ട് ലിസ്റ്റ് ചെയ്തതൊക്കെ നമ്മുടെ മനസ്സിൽ വരണം. 32,000 പേര് കൊണ്ട് ജയിക്കാമെന്ന് വിചാരിച്ച ഗിദെയോനോടാണ് ഈ 300 പേരെ കൊണ്ട് എൻ്റെ കരുണയാൽ നിനക്ക് ജയിക്കാൻ പറ്റുമെന്ന് പഠിപ്പിക്കുന്നത്. ആ കൃപയുടെ നിറവാണ് നമുക്ക് വേണ്ടത്. ആ കൃപയുടെ നിറവ് എപ്പോൾ നമ്മെ സ്പർശിക്കുന്നു, അപ്പോൾ ആ കണ്ണാടിക്കൂട്ടിലെ പ്രാർത്ഥനകൾക്കപ്പുറത്തേക്ക് നമ്മളറിയാതെ നമ്മളൊന്ന് എത്തിച്ചേരും. നമ്മുടെ ഭൗമികമായ താല്പര്യങ്ങൾക്കപ്പുറത്തേക്ക്, ഈ അപേക്ഷകൾക്കും അപ്പുറത്തേക്ക് ദൈവമേ, നിത്യജീവനെക്കുറിച്ചുള്ള ഒരു ദാഹം. ശരീരത്തിൽ വസിക്കുമ്പോഴും ശരീരം വിട്ടാലും ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള ഒരു അഭിവാഞ്ച, അതല്ലേ ശരിക്കും നമ്മളെ കീഴ്പ്പെടുത്തേണ്ടത്. അല്ലാതെ ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ട് തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? മറിയവും അവൻ്റെ മകനും അവളുടെ മകനും നമ്മുടെ പ്രാർത്ഥനകൾ കൊണ്ട് ചെറുതാവരുത്. ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം എത്ര വലിയ സമ്മോഹനങ്ങളായ വാഗ്ദാനങ്ങളാണ് നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ഉദാഹരണം എസക്കേൽ കണ്ട ജഡീകരഥം എന്നുള്ളതാണ്. ഈ രഥബിംബം എന്ന് പറയുന്നത് എല്ലാ പുരാതന പാരമ്പര്യങ്ങളിലും പലയാവർത്തി സംവദിക്കപ്പെട്ടിട്ടുള്ളതാണ്. രഥം പ്രത്യേകിച്ചും ഭഗവത്ഗീതയിൽ പരാമർശിക്കുന്ന രഥബിംബം വളരെ പ്രശസ്തമായ ഒന്നാണ്. ആത്മാവെന്ന യാത്രക്കാരൻ ശരീരമെന്ന രഥത്തിൽ സഞ്ചരിക്കുന്നു. ആ രഥം വലിച്ചുകൊണ്ടുപോകുന്ന കുതിരകൾ ഇന്ദ്രിയങ്ങളാണ്, നമ്മുടെ സെൻസസാണ്. കണ്ണും കാതും ഒക്കെ പെടുന്നുണ്ട്. അതിൻ്റെ പുറകെയാണല്ലോ നമ്മൾ സഞ്ചരിക്കുന്നത്. നമ്മൾ കാണുന്നതിൻ്റെ, കേൾക്കുന്നതിൻ്റെ, രുചിക്കുന്നതിൻ്റെ, മണക്കുന്നതിൻ്റെ ഒക്കെ പുറകെയാണല്ലോ മനുഷ്യൻ സഞ്ചരിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ദ്രിയങ്ങൾ കുതിരകളെന്ന് വിശേഷിപ്പിക്കുക. ആ കുതിരകളെ നിയന്ത്രിക്കുന്ന ഒരു കടിഞ്ഞാണുണ്ട്, ചരടുണ്ട്. ആ കടിഞ്ഞാണാണ് മനസ്സ്. ആ കടിഞ്ഞാൺ ഇങ്ങേയറ്റത്ത് ആരെങ്കിലും പിടിക്കുന്നില്ല എങ്കിൽ കുതിര ചരടും കൊണ്ടങ്ങ് പോകും. കാണുന്നതിൻ്റെ പുറകെ മനസ്സ് പോകും, കേൾക്കുന്നതിൻ്റെ പുറകെ മനസ്സ് പോകും, രുചിക്കുന്നതിൻ്റെ, സ്പർശിക്കുന്നതിൻ്റെ പുറകെ മനസ്സ് പോകും. അതിങ്ങനെ ആ മനസ്സെന്ന് പറയുന്ന കടിഞ്ഞാൺ മുറുകെ പിടിക്കുന്ന ആളാണ് ബുദ്ധി, വിവേകം. അയാളാണ് സാരഥി. ബുദ്ധി എന്നാൽ ലോകത്തിൻ്റെ ബുദ്ധിയല്ല. നമുക്കിപ്പോൾ അറിയാം, ലോകബുദ്ധിയുണ്ട്, നിർമ്മിത ബുദ്ധിയുണ്ട്, അല്ലേ? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ട്, പല ടൈപ്പ് ബുദ്ധിയുണ്ട്. ഏതൊക്കെ ബുദ്ധി വന്നാലും അതിനപ്പുറത്ത് വേറൊരു വിവേകമുണ്ട്. എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നന്മതിന്മകളെ തിരിച്ചറിയാനുള്ള ദൈവിക പരിജ്ഞാനം, ദ ഡിവൈൻ വിസ്ഡം. അതാണ് യഥാർത്ഥത്തിൽ ആത്യന്തികമായ ആത്മവിദ്യ. നന്മ ഏതാണ്, തിന്മ ഏതാണ്, നിത്യമേതാണ്, അനിത്യമേതാണെന്ന് തിരിച്ചറിയാനുള്ള വിവേകം. ഈ ഒരു വിവേകമാണ് നമ്മുടെ മനസ്സെന്ന് പറയുന്ന കടിഞ്ഞാണിനെ മുറുകെ പിടിക്കുന്നത്. അപ്പോഴാണ് ഇന്ദ്രിയങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് സഞ്ചരിക്കുന്നത്.
തഴക്കം വന്ന ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്ക് മാത്രമാണ് നന്മതിന്മകളെ തിരിച്ചറിയാനുള്ള ദൈവിക പരിജ്ഞാനം ലഭിക്കുകയുള്ളൂ എന്ന് എബ്രായ ലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. തഴക്കം വന്ന ഇന്ദ്രിയങ്ങൾ ഏത് റൂട്ടിൽ കൂടി, ഏത് പാതയിൽ കൂടി ഇന്ദ്രിയങ്ങളെ സഞ്ചരിപ്പിക്കണമെന്ന് നിരന്തരമായി ഒരേ പാതയിലൂടെ സഞ്ചരിച്ചാലല്ലേ തഴക്കം വരുള്ളൂ, തഴമ്പ് വരുള്ളൂ. ആ നിരന്തരമായ സഞ്ചാരപാതയാണ് നമ്മുടെ ആരാധനാ ജീവിതം. അതുകൊണ്ടാണ് നിഷ്ഠയിൽ നിന്നെ പെറ്റ കൃത്യമായ അനുഷ്ഠാനബദ്ധമായ ഒരു ജീവിതത്തിൽ ദൈവത്തെ പ്രസവിക്കാൻ ഉളവായവൾ മറിയം. നമ്മുടെ ആരാധനാ ജീവിതം ആത്യന്തികമായി നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ഈ ഒരു നിഷ്ഠാബദ്ധമായ ജീവിതത്തിലൂടെ നമുക്ക് കരഗതമാവുന്ന ഒരു ആത്മവിവേകത്തിലേക്കാണ്. ഇനി വേറൊരു രഥബിംബമുണ്ട്, ഈ ഇന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. രാമായണത്തിലാണത്. അതും വളരെ കൗതുകമുള്ളൊരു സംഗതിയാണ്. ഇങ്ങനെ രാമൻ്റെ പത്നിയാണല്ലോ സീത. രാമൻ എന്നാൽ എല്ലാവരിലും രമിക്കുന്നവൻ എന്നൊക്കെ ഒരു അർത്ഥം കൊടുത്തിട്ടുണ്ട്. ആത്മാവിന് തുല്യമായ ഒരു അർത്ഥം ആചാര്യന്മാർ ആ തത്വവിചാരത്തിൽ കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ ആത്മാവിൻ്റെ സഹജഭാവമാണ് ശാന്തി. സീതയുടെ പര്യായമാണ് ശാന്തി ആ വാക്ക്. ഈ ആത്മാവിൻ്റെ ശാന്തി നഷ്ടപ്പെടുന്നത് എപ്പോഴാണ്? രാവണൻ തട്ടിക്കൊണ്ടു പോകുമ്പോഴാണ്. 10 തലയുള്ളവനാണ് രാവണൻ. ഈ 10 തല എന്തിനെ സൂചിപ്പിക്കുന്നു? 5 കർമ്മേന്ദ്രിയങ്ങളും 5 ജ്ഞാനേന്ദ്രിയങ്ങളും. നമ്മൾ കുമ്പസാരത്തിന് മുമ്പ് പ്രാർത്ഥിക്കുകയല്ലേ, ഞങ്ങൾ ദശേന്ദ്രിയങ്ങൾ കൊണ്ട് പാപം ചെയ്തിരിക്കുന്നു. ദശമെന്നാൽ 10. അപ്പോൾ ഈ ഇന്ദ്രിയങ്ങളാണ് യഥാർത്ഥത്തിൽ ആത്മാവിൻ്റെ ശാന്തതയ്ക്ക് ഭംഗം വരുത്തുന്നത്. മുമ്പ് പറഞ്ഞതുപോലെ കടിഞ്ഞാണില്ലാതെ കുതിര ഓടിക്കഴിയുമ്പോഴാണ് നമ്മുടെ ആത്മാവിൻ്റെ ശാന്തതയ്ക്ക്, സ്വസ്ഥതയ്ക്ക് ഭംഗം വരുന്നത്. കാമിനീ കാഞ്ചനങ്ങളായ മായപ്പൊന്നാനുകൾക്ക് പിന്നാലെ സഞ്ചരിക്കുമ്പോഴാണ്. അപ്പം ഇങ്ങനെ ഈ ഒരു രഥബിംബം, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന രഥബിംബം പുരാതനമായ എല്ലാ സംസ്കൃതികളിലും കിഴക്കൻ ദേശത്തുണ്ട്. യഹസ്കേൽ കണ്ട ജഡീകരഥമേ എന്ന വിശേഷണത്തെ ഈ ഒരു വിശാലമായ പശ്ചാത്തലത്തിൽ വായിച്ചാൽ പോലും മുന്നമേ പറഞ്ഞതുപോലെ ഈ ആത്മസംയമത്തിൻ്റെ ഒരു രാജപാതയായിട്ടാണ് മറിയം നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു നിൽക്കുന്നത്. നമ്മളിങ്ങനെ പറയാൻ ശ്രമിക്കുന്നത് എന്തെന്നാൽ, സ്വർഗാരോഹണം, പെന്തിക്കോസ്തി എന്നിങ്ങനെ ആദിമസഭയുടെ തുടക്കത്തിലെ ഏറ്റവും നിർണായകമായ നിമിഷങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ള കേന്ദ്രസ്ഥാനത്ത് നിന്നവളാണ് മറിയം. ആ സ്ഥാനം തന്നെ ദൈവത്തിൻ്റെ ക്രിസ്തുവിലൂടെയുള്ള രക്ഷാകര പദ്ധതിയിലെ മറിയത്തിൻ്റെ കേന്ദ്രസ്ഥാനത്തെ വെളിപ്പെടുത്തുന്നതാണ്. അപ്പോൾ അമ്മ മറിയത്തെ നമ്മൾ സമീപിക്കുമ്പോൾ കേവലം അപേക്ഷകൾ എഴുതിയിടാനുള്ള ഒരു ഭണ്ഡാരപ്പെട്ടി എന്നതിനപ്പുറത്തേക്ക് നാം ഓരോരുത്തരുടെയും ജീവിതത്തിൽ ക്രിസ്തുവിനെ ഉരുവാക്കാനും വളർത്താനും വലുതാക്കാനും അവനോടുകൂടി സഞ്ചരിക്കാനുമുള്ള ഒരു സാധ്യതയായി കൂടി മറിയത്തെ കാണാൻ ഈ കടന്നുവരവ് നമ്മളെ സഹായിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്ന സംഗതി വളരെ ബോറാണെങ്കിലും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഥ പറയാൻ എനിക്കറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല ഞാൻ കഥ പറയാത്തത്. എൻ്റെ വാക്ക് ഉപസംഹരിക്കാറായെന്ന് എനിക്ക് തോന്നുന്നു. 5 മിനിറ്റും കൂടെ ഉള്ളൂ. അലക്സാണ്ടർ ഷ്മെമാൻ എന്ന് പറയുന്ന ഒരു വേദപണ്ഡിതനുണ്ട്. ഞാൻ ഈ ആളുകളുടെ പേരൊക്കെ പറയുമ്പോൾ നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട, ഓർത്തിരിക്കുകയും വേണ്ട.
പക്ഷേ നമ്മുടെ വിശ്വാസ പാരമ്പര്യത്തിൽ ചില കാതലായ സംഗതികൾ പറഞ്ഞു വെച്ചിട്ടുള്ള ആളുകളെന്നുള്ള നിലയ്ക്ക് അവരെ ഒന്ന് പരാമർശിക്കുന്നു, ബഹുമാനപൂർവ്വം പരാമർശിക്കുന്നു എന്ന് മാത്രം വിചാരിച്ചാൽ മതി. അല്ലാതെ നാളെ പരീക്ഷയൊന്നുമില്ല എഴുതി വയ്ക്കാനൊന്നും. അദ്ദേഹത്തിൻ്റെ ഒരു ക്ലാസിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. വി തിങ്ക് ദാറ്റ് വി ക്യാൻ സോൾവ് ഓൾ പ്രോബ്ലംസ് ടുഡേ by masculine means such as calculating, planning, creating laws. ഈ ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ നമുക്ക് പറ്റും എന്നൊരു തോന്നൽ നമുക്കുണ്ട്. നിയമങ്ങൾ നിർമ്മിക്കാം, പദ്ധതികൾ ആസൂത്രണം ചെയ്യാം എന്നിങ്ങനെയൊക്കെയുള്ള മാസ്കുലിൻ മീൻസ്, പുരുഷ കേന്ദ്രീകൃതമായ നമ്മുടെ പരിശോക്തികൾക്കിടയിൽ അദ്ദേഹം പറയും, വി ലോസ്റ്റ് എ മേരിയോളജിക്കൽ ഡയമെൻഷൻ ഓഫ് ചർച്ച്. സഭയുടെ ഒരു മറിയഭാവം നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ മറിയഭാവം നഷ്ടപ്പെട്ടതിനെ കുറിച്ചാണ് ഞാൻ ഇത്രയും നേരം സംസാരിച്ചത്. മറിയം നമ്മുടെ ഭണ്ഡാരപ്പെട്ടികൾ നിറയ്ക്കാനുള്ള ഒരു ഉപാധിയല്ല. മറിയം നമ്മുടെ മെഴുകുതിരി കച്ചവടം വിപുലപ്പെടുത്താനുള്ള ഒരു ഉപാധിയല്ല. അമ്മ മറിയം കണ്ണുനീര് വിറ്റ് കാശാക്കാനുള്ള ഒരു ഉപാധിയല്ല. ആത്യന്തികമായി സഭയുടെ ഭാവം തന്നെ മറിയത്തിൻ്റെ ഭാവമാണ്. അവൾ ഒരേ സമയം കന്യകയും മണവാട്ടിയും അമ്മയുമാണ്. സഭയുടെ 3 വിശേഷണങ്ങളാണത്. ഒരേ സമയം കന്യകയും മണവാട്ടിയും അമ്മയും. സദാനേരം ദൈവത്തിൻ്റെ സാന്നിധ്യം കൊതിച്ചവൾ. അതല്ലേ സഭ? എല്ലാ നിമിഷങ്ങളിലും ദൈവത്തോട് വിശ്വസ്തത പുലർത്തിയ മണവാട്ടി, ദൈവത്തെ ഉള്ളിൽ വഹിച്ച, നിഷ്ഠാബദ്ധമായ ഒരു ജീവിതം കൊണ്ട് ദൈവത്തെ ഉള്ളിൽ വഹിച്ച അമ്മ. ഇതാണ് സഭ. നാം ഓരോരുത്തരും ഇത് തന്നെ ആവണം എന്നാണ് പറയുക. സഭയുടെ ദൃശ്യമായ ഘടകങ്ങളിൽ നമുക്ക് കണ്ടുപിടിക്കാം സ്ഥാപനങ്ങൾ, സംഘടനകൾ, കാനൂനുകൾ, നിയമങ്ങൾ, വ്യവസ്ഥകൾ, ഭരണഘടനകൾ. ഇതൊക്കെ സഭയുടെ ദൃശ്യമായ നിലനിൽപ്പും സഭയുടെ ദൃശ്യമായ ഭാവങ്ങളുമാണ്. എന്നാൽ സഭയുടെ അദൃശ്യമായ തലത്തിലോ അത് ദൈവത്തെങ്കിലേക്കുള്ള ഒരു തീർത്ഥാടനമാണ്. അത് ദൈവത്തോടുള്ള ഉടമ്പടിയുടെ അടയാളമാണ്. അതിനിയും ഈ ഭൂമിയിൽ അവശേഷിക്കുന്ന ദൈവത്തിൻ്റെ പ്രതീക്ഷയാണ്. അത് യോഗാത്മകമായ ഒരു സംഗമത്തിലേക്കുള്ള ഉപനയനമാണ്. ക്രിസ്തുവിലേക്കുള്ള ഒരു മിസ്റ്റിക്കൽ യൂണിയന് വേണ്ടിയുള്ള ഒരു താവളമാണ്. ഇത് സഭയുടെ അദൃശ്യതലമാണ്. ആ അദൃശ്യതലത്തിൽ മറിയഭാവം തിങ്ങി നിൽക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മറക്കരുത്. എൻ്റെ വാക്ക് ഉപസംഹരിക്കുകയാണ്. മറിയത്തിന് നമ്മുടെ സഭാജീവിതത്തിലുള്ള പ്രാധാന്യം അത് ആദിമസഭയിൽ എങ്ങനെയായിരുന്നു, അതിന്നും എന്നും അങ്ങനെ തന്നെ ആയിരിക്കുമെന്നുള്ള ഒരു ഉറപ്പാണ് ഈ ധ്യാനം നമ്മളിൽ അവശേഷിപ്പിക്കേണ്ടത് എന്നുള്ള പ്രാർത്ഥനയോടുകൂടി എൻ്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുന്നു. നിങ്ങളേവരുടെയും നല്ല ശ്രദ്ധയ്ക്ക് ഹൃദയപൂർവമായ നന്ദി.